ഗൈസ്, ഞാൻ ഇന്ന് ഈ വീട്ടിലുള്ള എല്ലാ ക്രീപ്പറിനെ ഇന്ന് ഫയർ ചെയ്യും. എൻ്റെ പൊന്നു, എനിക്ക് വയ്യണം, ഞാൻ മടുത്തടാ. ഞാൻ എത്രയെന്നും പറഞ്ഞു ഞാൻ ഇവിടെ എനിക്ക് വയ്യ. ഞാൻ ആദ്യം ഇങ്ങനെ കയറി വന്നപ്പോഴേക്ക് ഇവിടെ ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച്. ഞാൻ ക്ഷമിച്ച് ഇവിടെ വീണ്ടും ബിൽഡ് ചെയ്ത് വെച്ച്. വീണ്ടും കയറി വന്നപ്പോൾ വീണ്ടും പൊട്ടി. അപ്പം ഞാൻ വീണ്ടും ക്ഷമിച്ച്. മൂന്നാം പ്രാവശ്യം സ്കെൽറ്റനും ക്രീപ്പറും എല്ലാം കൂടി വന്നേക്കണം. എനിക്കറിയാൻ മടുത്ത്. പിന്നെ ഞാൻ അറിയാതെ ഇവിടത്തെ ഇതൊന്ന് പൊട്ടിച്ചോളഞ്ഞു. അപ്പം ഇതാണ് അവസ്ഥ. അറിയാതെ അവിടുത്തെ ടോർച്ച് പൊട്ടിച്ചോളഞ്ഞു. അത് മിനി കേവായി. ഞാൻ അവിടുത്തെ എല്ലാ കേവും ഞാൻ അവിടെ ലൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇപ്പം ആൾക്കാർക്കൊന്നും അവിടെ കയറാൻ പറ്റൂല. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു എന്തൊക്കെ ഞാൻ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ഞാൻ സ്പ്രെഡ് ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ ന്യൂ ഹൗസ്. ഇത് നമ്മുടെ ന്യൂ ഫ്രണ്ട് ഭാസ്കരൻ പിള്ള. ഞാൻ ഇൻട്രോ പറയാൻ മറന്നായി. ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു വില്ലേജ് ബ്രീഡർ തന്നെ ഉണ്ടാക്കുക. എനിക്ക് ക്രീപ്പർ ഫാം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള റിസോഴ്സസ് ഒന്നും ഇപ്പോൾ നമ്മൾ അത്രയും പ്രോ ആയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകണം. ഇവിടുന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു മിനി വെല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിൽ ഇവിടെ കുറച്ച് ട്രീ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഇത് വയ്ക്കിട്ടുണ്ട്. പുഷ്കരം പിള്ളേ സുഖമല്ലേ? പുഷ്കരം പിള്ള സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാത്രിയാണ്. എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുവാണ്. ഞാൻ എല്ലാത്തിൻ്റെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കണേ. കണ്ട നിങ്ങൾ കണ്ടത് കണ്ട. നിങ്ങളിത് കണ്ട. ഓക്കെ, നമുക്ക് ഡാമേജ് കിട്ടിയില്ലെങ്കിൽ അമ്മർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനെന്തായാലും പൊക്കത്ത് പോയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ അമ്മമാർ തമ്മിൽ ചെന്ന് ചത്തോളും. ഞാനേ വില്ലേജർ ബീഡറൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലും ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കൂല. കാരണം എൻ്റെ ബെഡ് പൊക്കത്തിരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ലിങ്ക് ആവാതെ നോക്കണം. പിന്നെ ഞാൻ കുറച്ച് ദൂരെ തന്നെ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഞാൻ ആ റിസോഴ്സസും കളക്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഇനി പൊക്കത്തേക്ക് കയറും. കളക്ട് ചെയ്തിട്ട് ഞാൻ ഒന്നും കടന്നുറങ്ങിയിട്ട് നിങ്ങളതേ റിപ്പോർട്ട് ചെയ്യാം. ഗൈസ്, ഞാനിവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ പോകണം. അയ്യോ ഉമ്മാരൊക്കെ കൊണ്ട് ഞാൻ തോന്നും. അയ്യോ പൊട്ടത്തരം കാണിച്ച് സുനി അണ്ണൻ പണ്ടേ ഉടായിപ്പ. ശരി എന്നാ ഞാൻ ആ കേവ് ഒന്ന് അടച്ചിട്ട് സാധനം പോട്ടെ. ഞാൻ ഈ വീടൊന്നും ഇപ്പോൾ സെറ്റ് ചെയ്യാൻ നിൽക്കണില്ല. വീടൊക്കെ പിന്നെ നമുക്ക് ഇപ്പോൾ വേണ്ടത് ഒരു വില്ലേജ് ബീഡറും അയൺ ഫാമും ഉണ്ടാക്കണം. ഇതാണ് എനിക്ക് അയൺ കോളത്തിന് ഇവിടെ കൊണ്ടുപോയിടെ. എനിക്ക് വയ്യ, ഞാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഈ വീട് സ്വന്തമായിട്ട് എടുത്തോ. ഈ വീട് വേണ്ട, ഞാൻ പോകുന്നു. താറ്റ. ഞാൻ ആ വില്ലേജിൽ പോയിട്ട് താമസിക്കാൻ പോകും. താറ്റ. നിങ്ങൾ പറയുന്നത് എൻ്റെ പേര് സുനി അണ്ണൻ. അത്ര പെട്ടെന്ന് തോക്കത്തില്ല. അപ്പം ഞാൻ പോയിട്ടൊന്ന് വേഗം അങ്ങ് വരാം. ഓക്കെ ഗൈസ്, ഞാൻ മിക്കവാറും ഈ വേൾഡ് ഇപ്പം തന്നെ നിർത്തും. നിങ്ങൾ തന്നെ നോക്ക് ഗൈസ്. ഇവിടെ എന്തോരം ബോംബ് സ്മോണായിക്കണേ. ഞാൻ കാണിച്ചു തരാം. സുനിയണം പേടി ചൂടാന്ന് വിചാരിക്കണം. കഷ്ടമുണ്ട് പ്രോ സുനിയാണ്. കളിക്കാൻ പറ്റും. 5 minutes. 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 5
എന്ന് പറയൂന്ന് വിചാരിച്ചാ നിങ്ങള്. എന്നാ സുനിയണ്ണൻ വെച്ചാൽ ചുമ്മാ അല്ല. സുനിയണ്ണൻ എന്ത് നിങ്ങൾ കഴുത്ത് ജീവിക്കും. സുനിയണ്ണൻ അതിനുള്ള കഴിവും ഉണ്ട്. കഴിവില്ലായ്മ ആരൊന്നും പറയണ്ട. സുനിയണ്ണന് വേറെ ബേസും ഉണ്ട്. സുനിയണ്ണൻ അണ്ടർ വാട്ടർ ബേസ് വരെ ഉണ്ടാക്കും. കാണണം, ഇതുപോലെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചാണ്ടല്ലോ അണ്ടർ വാട്ടർ ബേസ് സെറ്റാവും. എനിക്ക് ഇവിടെ ഒരു മൊബൈലും പഠിക്കുന്ന ചാടി പൊക്കത്തേക്ക് വെക്കും. അവിടെ നിൽക്കണം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ പറഞ്ഞത്, ഭയങ്കരമായിട്ട് മൊബൈൽ ഫോണിങ്. ഇനി നമ്മുടെ പീസ് പിന്നെ ഇൻവെന്ററിയിലേക്ക് കയറിയെന്ന് വെച്ചാൽ എൻ്റെ ഷീൽഡ് കയറി എനിക്കിപ്പോൾ എൻ്റെ ഫുഡ് ഫാമിൽ കയറാൻ പറ്റില്ല. എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ കയറാൻ പറ്റില്ല. ഈ മിക്കവാറും ഞാൻ ഈ എപ്പിസോഡ് വാങ്ങിച്ചിട്ട് ഞാൻ പുതിയ എപ്പിസോഡ് വരാൻ തുടങ്ങും. മോൻചാങ്കിനെ എനിക്ക് ഇഷ്ടമല്ല, സത്യമായിട്ടും മോൻചാങ്കിനെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അവിടെ ടോർച്ച് വയ്ക്കാത്തതുകൊണ്ടാണോ പറഞ്ഞത്. ഭയങ്കരമായിട്ട് മോൻചാങ്ക് എന്തിനാണ് തന്നോളൂ എന്നോട് ഇത്രയും ക്രൂവലായിട്ട് കാണിക്കുന്നത്. വൈ മോൻചാങ്ക്, വൈ മോൻചാങ്ക് ഈ വീട്ടിൽ കാണണ്ടെങ്കിൽ നീ ചോദിക്കാമോ, വൈ യു മേഡ് ക്രീപ്പർ, why you made creeper I hidden like this. ഞാൻ ഫുൾ ആർമർ ആയതാ, ഫുൾ ആർമർ. ഇപ്പം എൻ്റെ ഫുഡ് ഫാമിൽ പോലും കയറാൻ പറ്റില്ല. ഫുഡ് ഫാമിൽ കയറിയിട്ട് എല്ലാ ഫുഡും ഞാൻ എടുക്കാൻ പറ്റും. ഞാൻ സ്കൈ ബേസാണ് എടുക്കുന്നത്. ഞാൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ അടി വെക്കുന്നുള്ളൂ. ഞാൻ സ്കൈ ബേസിലേക്ക് പോകാം. എൻ്റെ കയ്യിലുള്ള മൊത്തം ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. കയ്യിലുള്ളത് നമ്മുടെ ഫാമിലുള്ളത് എല്ലാം എടുക്കണം. അങ്ങനെയൊന്നുമില്ല, എൻ്റെ സീഡും ഞാൻ കൊണ്ടുണ്ട്. പേടിക്കണ്ടോ മോനെ, സുനിയണ്ണൻ അവിടെ ഉണ്ട്. ഞാൻ ഒരു സ്കൈ ബേസും കൂടി ഉണ്ടാക്കും. എനിക്കിവിടെ മുമ്പ് ഭയങ്കരമായിട്ട് ഫോണാകുമ്പോൾ എനിക്ക് ആ സ്കൈ ബേസിൽ പോയിരിക്കണം. ഞാനിവിടെ ഇരിക്കണ എല്ലാ സാധനങ്ങളും എൻ്റെ പൊട്ടായിട്ട് എല്ലാ ഫാർമേയും വന്നിട്ടുണ്ട്. ഒരു പൊട്ടായിട്ട് മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ട്. പേടിക്കണ്ട മോനെ, ഞാൻ ഇനിയും കൊണ്ടുപോയി. നമ്മുടെ പട്ടിക്കുട്ടി അവിടെ പൊക്കത്തിന്ന് കരയാണ്, കരയിലേ എന്നുള്ള. പേടിക്കണ്ട മോനെ, നമ്മളെല്ലാവർക്കും പണി കൊടുക്കും. നമ്മളിപ്പോൾ പൊക്കത്തോണം എന്തിനാന്നറിയോ? കണ്ടോ, ഇവിടെ വരെ അമ്മൻ്റെ സ്പോണായി നിൽക്കണം, അവിടെ വരെ അമ്മൻ്റെ സ്പോണായി നിൽക്കണം, ഇവിടെ വരെ അമ്മൻ്റെ സ്പോണായി നിൽക്കണം, ഇവിടെ വരെ. താങ്ക് യു ഫോർ ബൂസ്റ്റിംഗ് മൈ പവർ. എനിക്ക് പവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്.
എന്തിനാ നിങ്ങളിത് കാണിച്ച് നല്ല ബോറാക്കണ്ട എനിക്കറിയാം. നിങ്ങൾ കാണണം, നിങ്ങളെന്നെ കാണണം, നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഞാൻ ഈ വേൾഡ് എന്തോരം കഷ്ടപ്പെട്ടാണ് കളിക്കണേന്ന്. നിങ്ങളത് കാണണം, അത് കണ്ടേ പറ്റുള്ളൂ. കണ്ട ഗൈസ് നോക്കി, ഇത് നോക്കോട്ടാ ഗൈസ്, ഇത് നോക്കോട്ടാ, ഇത് നോക്കണേ ദേ കണ്ടോ, ഇതിൻ്റെ ബാക്കപ്പ് എൻ്റെ കയ്യിലുണ്ട്. ദേ ഇത് നോക്കൂ, ഇത് എന്തിൻ്റെ ബാക്കപ്പാന്ന് നോക്കൂ. ഫസ്റ്റത്തെ വീഡിയോയിൽ എനിക്ക് ഞാൻ അന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. ഞാൻ പോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതേ സെയിം സീഡ് എടുത്തിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ട് പുതിയൊരു വേൾഡ് എടുത്തിട്ട് ആ വേൾഡ് ഡിലീറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ക്ലിപ്പ് എടുത്ത് വെച്ചതാണ്. കണ്ടോ, ഇത് സർവൈവൽ വേൾഡ് തന്നെ. ഇതിൻ്റെ അകത്ത് ഒരു തേങ്ങയുമില്ല. ഞാൻ എൻ്റെ ഇൻവെർട്ടറി എടുത്ത് നോക്കാം, ഒരു തേങ്ങയുമില്ല. ഞാൻ ആകെ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്ത് എടുത്തിട്ട് പോലും ഇല്ല ഒന്നും. ഇത് നമ്മൾ നോർമൽ മൈൻക്രാഫ്റ്റ് തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് ഞാൻ ഒരു സാധനം പോലും തൊട്ടിട്ടില്ല. അവിടെ ആയിട്ട് ഞാൻ ആ പില്ലർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ പില്ലർ അത് അന്ന് എത്രാമത്തെ എപ്പിസോഡാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ആ വേൾഡ് ഡിലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ലെസ്കോ പ്ലേയിൽ ഇനി ഞാനില്ല. എനിക്ക് സത്യം പറയാം ഗൈസ്, എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ കരയാൻ വരെ പോവും. എനിക്ക് നല്ല വിഷമമുണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ. എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ആ വേൾഡിൻ്റെ ഇത് തന്നെയെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വേൾഡിൽ കയറി കളിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് വേൾഡ് തന്നെ ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ക്രീപ്പർ എന്തിനാ ഇത് മിസ്റ്റേക്കാണെന്ന് അറിയാം. പക്ഷേ മിസ്റ്റേക്ക് അത് ഇവർക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ? ആ മിസ്റ്റേക്ക് തന്നെ കളഞ്ഞൂടെ? എന്തിനാ അങ്ങനത്തെ ഒരു സാധനത്തെ കൊണ്ടുവന്നാ? ഈ സ്ഥലം ഓർക്കണ്ട, ഈ സ്ഥലത്താണ് നമ്മളന്ന് കല്ലൊക്കെ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് മിനിക്കേവൊക്കെ ആക്കിയത്. ഓർക്കണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ഇവിടെ കേവൊക്കെ മൂടണം കരുതി. ഫ്രഷ് വേൾഡാണ്, ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല വേൾഡിൽ. വേണമെങ്കിൽ നിങ്ങൾ പറയും ഇപ്പോൾ ഈ വേൾഡിൽ കളിച്ചുകൂടെ. ഞാൻ ഇനി വേൾഡിൽ കളിക്കൂല. ഞാൻ ഈ പുതിയ വേൾഡ് തുടങ്ങാൻ പോണേ, പുതിയ സീരീസ് തുടങ്ങാൻ പോണേ. ദേ ഇരിക്കണം നമ്മുടെ വില്ലേജ്. ദേ അവിടെ ആയിട്ടാണ് നമ്മുടെ ഇതൊക്കെ വന്നത്. ദേ നോക്കേ, കേവ്. ഈ കേവിലൊക്കെ എനിക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ എനിക്കിനി വേൾഡ് വേണ്ട, ഞാനിവിടെ നിന്ന് ചാവാൻ പോണു. നന്ദി, നമസ്കാരം. Thank you for giving support and 10 sub.